ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിന് മുമ്പ് അതായത് തൊട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ലോൺ തരുന്ന, അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, നമ്മുടെ കയ്യിൽ നമ്മൾ 5 പൈസ ഇല്ല, നമുക്ക് പെട്ടെന്ന് ലോൺ വേണം. സാധാരണ ആപ്പാണെങ്കിൽ 24 hours 12 hours ഈവൻ 5 hours അങ്ങനെ ഡിപ്പെൻഡ് മീൻസ് ഓരോ ആപ്പിനും ഓരോ സമയമുണ്ട്. പക്ഷേ ബ്രാഞ്ച് എന്ന ആപ്പ് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ലോൺ തരും. നമ്മൾ അപ്ലൈ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരും. അത് നിങ്ങളെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. സംശയമുള്ളവർക്ക് ഇതിന് തൊട്ട് മുൻപ് ചെയ്ത വീഡിയോ നോക്കാം. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതുകൊണ്ട് ഇതാണ് ആ വീഡിയോ. 4000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 62 ഡേയ്സ് മീൻസ് 2 ടേംസ് ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. 62 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, അങ്ങനെ 2 ടേംസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് പേ ചെയ്യാം. അതാണ് ഈ കാണിക്കുന്നത്. എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, അപ്ലൈ ചെയ്തു. ഇവരുടെ യൂസർ ലോഗ് എഗ്രിമെൻ്റ് ഉണ്ട്. അതെല്ലാം ഇന്നലെ ഞാൻ കാണിച്ചു തന്നു, ക്ലിയർ ആയിട്ട് ഇതെല്ലാം കാണിച്ചു തന്നതാണ്. ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ചെയ്യുന്നത് ലോണിന് വേണ്ടിയല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 4000 രൂപ അപ്ലൈ ചെയ്തു. 130 രൂപ ഇൻട്രസ്റ്റ്, പ്രോസസ്സിംഗ് ചാർജ്, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും നിങ്ങൾക്ക്. GST ഇൻട്രസ്റ്റ് റേറ്റ് 130. 3588 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു. കണ്ടല്ലോ, മെസ്സേജ് വന്ന് കണ്ടല്ലോ. ഇത് ഫൈനൽ മെസ്സേജ് ബാങ്കിൽ നിന്ന് 3588 രൂപ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം, ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ കാണാം. https:/branch.co അങ്ങനെ ഒരു ലിങ്ക് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കോഡ് ചോദിക്കും. അത് ആ റൗണ്ടിൽ ഞാൻ ആ ഒരു ചുമന്ന വൃത്തത്തിൽ ചെയ്തിരിക്കുന്ന ആ ഒരു കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. FIROS 6E6BF. ഈ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസസ് ചാർജ് നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. എന്താണ് വെറുതെ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ലോൺ ആപ്പുകാർക്ക് 5 പൈസ 1 രൂപ പോലും മീൻസ് എൻ്റെ കേസ് എടുത്ത് ഞാൻ കൊടുക്കില്ല. നമുക്ക് എന്തെങ്കിലും ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കറക്റ്റായിട്ട് വാങ്ങിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസ് 100 രൂപ മുതൽ 600 രൂപ വരെ അവർ കുറച്ച് തരും. പിന്നെ മറ്റേ ഒരുപാട് ഡിസ്കൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ മീൻസ് ആ റൗണ്ട് വൃത്തത്തിലിട്ടിരിക്കുന്ന കോഡ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിത് ലോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അടയ്ക്കുമ്പോഴോ പ്രൊമോഷണൽ കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ഈ പ്രൊമോഷണൽ കോഡ് ഇവിടെയാണ്. നിങ്ങൾ ഈ കോഡ് കൊടുത്തിട്ട് അപ്ലൈ കോഡ് എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എടുക്കുന്നവരെല്ലാം ചെയ്യുക. ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നത്, പ്രൊമോഷണൽ കോഡ് ഇതാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നേരത്തെ റൗണ്ടിൽ കാണിച്ചത്. അതെല്ലാവരും കൊടുക്കുക. കൊടുത്തതിന് ശേഷമേ ഇനി എടുക്കുമ്പോൾ, ചില ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് തന്നെ ഈ പ്രൊമോഷണൽ കോഡ് കൊടുക്കാൻ ചോദിക്കും. ചില ആൾക്കാർക്ക് നമ്മൾ പേയ്മെൻറ്റ്, അതായത് നിങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോഴേ ഈ കോഡ് ചോദിക്കുകയുള്ളൂ. അവിടെ ഈ ഒരു കോഡ് നിങ്ങൾ മസ്റ്റായിട്ടും കൊടുക്കണം. നല്ല ഡിസ്കൗണ്ട് കിട്ടും. പ്രോസസ്സിംഗ് ചാർജ് എന്തിനാണ് വെറുതെ കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർജ് നിങ്ങൾ കൊടുക്കേണ്ട. ചിലപ്പോൾ GST എല്ലാം കുറഞ്ഞ് കിട്ടും. നിങ്ങളിത് മസ്റ്റായിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മസ്റ്റായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.